വേൾഡ് കപ്പ് ഹിസ്റ്ററിയിലെ ക്ലാസിക് പോരാട്ടങ്ങളിൽ ഒന്നായ അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരം. അർജന്റീനയും ഇംഗ്ലണ്ടും ഇതുവരെ 5 തവണ വേൾഡ് കപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. ഇതിൽ 3 തവണ ഇംഗ്ലണ്ട്, 2 തവണ അർജന്റീന ജയിച്ചു. അത്രക്കും നല്ല ഒരു വാശിയും ഒരു യുദ്ധസമാനമായിട്ടുള്ള ഒരു വേൾഡ് കപ്പ് ക്ലാസിക് പോരാട്ടമാണ് ഇന്ന് രണ്ടാം സെമി ഫൈനൽ നടക്കാൻ പോകുന്നത്. രണ്ട് ടീമിനെ കുറിച്ചും ഈ വേൾഡ് കപ്പിലെ പ്രകടനം, രണ്ട് ടീമും പൊരുതിയിട്ടാണ് ഇതുവരെ എത്തിയിട്ടുള്ളത്. ഫിഫ റാങ്കിങ്ങൊക്കെയാണല്ലോ ഡിസ്കഷൻ വരുന്നത്. അപ്പോൾ അർജന്റീന ആയാലും ഇംഗ്ലണ്ട് ആയാലും റാങ്കിങ്ങിൽ അണ്ടർ 20യിലുള്ള ടീമിനായിട്ടൊക്കെ ഒന്നും മത്സരിക്കാതെയാണ് ഇതുവരെ സെമിയിലെത്തിയിട്ടുള്ളത്. അപ്പോൾ രണ്ട് ടീമുകളും അത് മാത്രമല്ല അർജന്റീന ആണെങ്കിൽ ഈജിപ്തിനോടും അതുപോലെ സ്വിറ്റ്സർലാൻഡിനോട് കേപ്പ് വെർദയോടൊക്കെ നല്ല പൊരുതിയിട്ട് തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. ഇംഗ്ലണ്ട് ആകട്ടെ മെക്സിക്കോയോടാണെങ്കിലും DR കോങ്കോയോടാണെങ്കിലും ഇവരോടൊക്കെ ഇതുപോലെ പൊരുതി ജയിച്ചിട്ടാണ് എത്തിയത്. ഒരു ടീമും ഫ്രാൻസോ സ്പെയിനോ എത്തിയ പോലെ വെച്ച ആധിപത്യത്തോടെ എത്തിയ ടീമുകളല്ല രണ്ടും. പക്ഷെ രണ്ട് ടീമുകളും തോൽക്കാൻ മനസ്സില്ലാത്തവരാണ്. ഇവരുടെ മത്സരങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്ത രീതിയിലാണ് അവർ ഇതുവരെ കളിച്ചിട്ടുള്ളത്. ജൂഡ് ബെല്ലിംഗം, ഹാരി കെയ്നും നയിക്കുന്ന മുന്നേറ്റ നിരയാണ് ഇംഗ്ലണ്ടിന്റെ കരുത്ത് എന്നുണ്ടെങ്കിൽ അർജന്റീനയെ നയിക്കുന്നത് ലയണൽ മെസ്സിയും ജൂലിയൻ ആൽവാരസുമാണ്. ഇതിൽ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഫോമിലുള്ളത് ഇംഗ്ലണ്ടിന്റെ മുന്നേറ്റ നിരയാണ്. ജൂഡ് ബെല്ലിംഗമും ഹാരി കെയ്ൻ രണ്ടുപേരും 6 വീതം ഗോളുകൾ നേടിയിട്ടുണ്ട്. അർജന്റീനയ്ക്കാണെങ്കിൽ 8 ഗോളുകൾ നേടിയ ലയണൽ മെസ്സി, 1 ഗോൾ നേടിയ ജൂലിയൻ ആൽവാരസും. ഇങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ വരുന്നത്. മധ്യനിര സ്ട്രോങ് ആണ്. രണ്ട് ടീമിനും സ്ട്രോങ് ആണെന്നുണ്ടെങ്കിലും ഇതിന് മുമ്പിലുള്ളത് ഇംഗ്ലണ്ടാണ്. കാരണം ഇംഗ്ലണ്ടിന് പറയാനുള്ളത് ഡെക്ലാൻ റൈസ്, ആൻഡേഴ്സൺ ഇതുപോലെയുള്ള നല്ല വേൾഡ് ക്ലാസ് ആയ മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്. അർജന്റീനയ്ക്കാണെങ്കിൽ എൻസോ ഫെർണാണ്ടസ് ഉണ്ട്, മെക്കാലിസ്റ്റർ ഉണ്ട്. പക്ഷേ എൻസോ ഒക്കെ ഈ വേൾഡ് കപ്പിൽ വളരെ മോശം ഫോമിലാണ് കളിക്കുന്നത്. മറുവശത്ത് ഡെക്കാൻ റൈസ് ആണെങ്കിൽ എഞ്ചിൻ പോലെയാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ കളിയിൽ 100% ഫിറ്റ് അല്ലായിരുന്നു. അതുകൊണ്ട് ഹാഫ് ടൈമിന് ശേഷം അദ്ദേഹം വലിച്ചു. കാരണം ഇംഗ്ലണ്ട് കോച്ച് എക്സ്പെക്ട് ചെയ്ത് അർജന്റീനയ്ക്കെതിരെ അവരെ ഇറക്കണമെന്നാണ്, അല്ലെങ്കിൽ സെമി ഫൈനൽസിൽ ഇറക്കാമെന്ന് കരുതിയിട്ടാണ് ഡെക്ലാൻ റൈസിനെ പിൻവലിച്ചത്. അപ്പോൾ ഈ കളിയിൽ ഉണ്ടായിരിക്കും. ഫോർമേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നാണ് അധികം ആൾക്കാർ നോക്കുന്നത്. അർജന്റീനയുടെ ഫോർമേഷനിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ഡീപോളിനെ വലിച്ചുകൊണ്ട് സിമിയോണി ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്നൊരു ന്യൂസ് ഉണ്ട്. നിക്കോ ഗോൺസാലസ് ഒരു വിങ്ങിൽ ഇറങ്ങിയേക്കാം. കാരണം അർജന്റീനയുടെ രണ്ട് വിങ്ങിലൂടെയുള്ള അറ്റാക്ക് അല്ലെങ്കിൽ അവരുടെ വിങ്ങിലൂടെയുള്ള മുന്നേറ്റം ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് അർജന്റീന അങ്ങനെ ഒരു ഗെയിം പ്ലാൻ വരുന്നുണ്ട് എന്നൊരു ന്യൂസ് ഉണ്ട്. അപ്പോൾ അത് ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പറയാൻ കഴിയുള്ളൂ. ഇംഗ്ലണ്ട് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഓൾമോസ്റ്റ് സെയിം ഫോർമേഷൻ ആയിരിക്കും. റൈറ്റ് വിങ്ങിൽ അല്ലെങ്കിൽ റൈറ്റ് ബാക്ക് ആയിട്ട് ജെയിംസ് വരുന്നോ എന്ന കാര്യത്തിൽ മാത്രമേ ഒരു കൺഫർമേഷൻ ഉള്ളൂ. ആ ഒരു ഏരിയയാണ് കുറച്ചൊരു വീക്ക് ഇംഗ്ലണ്ടിന്. ബാക്കി എല്ലാ ഏരിയ ഇംഗ്ലണ്ട് അർജന്റീനയേക്കാൾ തന്നെ ശക്തിയുള്ള ടീമാണ്. എന്തായാലും ഈ കളിയുടെ പ്രഡിക്ഷനും കഴിഞ്ഞ കളി പോലെ തന്നെ ഒന്നും പറയാൻ കഴിയില്ല. ഒരുപാട് ആൾക്കാർ മുൻതൂക്കം ഇംഗ്ലണ്ടിന് പറയുന്നുണ്ട് അവരുടെ നിലവിലെ ഫോമൊക്കെ വെച്ചിട്ട്. പക്ഷേ അർജന്റീനയെ നമുക്ക് അറിയാമല്ലോ, അർജന്റീന തോറ്റു കൊടുക്കാൻ മനസ്സിലാത്ത ടീമാണ്. രണ്ട് ടീം അതുപോലത്തെ ടീമാണ്. അപ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയണം എങ്ങനെയായിരിക്കും ഈ കളിയിൽ സ്കോർ. ഹൈ സ്കോറിംഗ് ഒരു ഗെയിം ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. മേ ബി 2-1, 1-0 വരെ ആകാം. 3-2 ഒക്കെ ആ ലെവലിലേക്ക് സ്കോർ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ.